ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 5 മികച്ച സൈഫൈ സിനിമകളെ പറ്റിയാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ സിനിമയാണ് ബ്ലേഡ് റണ്ണർ 2049. ആർട്ടിഫിഷ്യലി മനുഷ്യരെ പോലെ ഇരിക്കുന്ന റെപ്ലിക്കൻസിനെ ടൈറൽ കോർപ്പറേഷൻ എന്നൊരു കമ്പനി മനുഷ്യരുടെ കമാൻഡ് അനുസരിച്ച് പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നു. ഈ റെപ്ലിക്കൻസിന് മനുഷ്യരെ പോലെയുള്ള ചിന്തകളും അവർക്കുണ്ടാകുന്ന പോലെയുള്ള മെമ്മറീസും എല്ലാം ഇവരിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ ഉപയോഗിച്ച് റിയൽ ഹ്യൂമൻസ് പട്ടിയെ പോലെ പണിയെടുപ്പിക്കുന്നു. എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഈ റെപ്ലിക്കൻസ് തന്നെ മനുഷ്യർക്ക് എതിരായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ വളരെ ത്രില്ലിംഗ് ആയി കുറേയധികം ആക്ഷൻ സീക്വൻസ് ഉള്ള ഒരു വെറൈറ്റി സിനിമ തന്നെയാണ് ബ്ലേഡ് റണ്ണർ 2049. ഈ സിനിമ 2 പാർട്ടായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. ആദ്യ സിനിമ ഇറങ്ങിയത് 1982-ലാണ്. രണ്ടാമത്തെ സിനിമ ഇറങ്ങിയത് 2019-ലാണ്. റയാൻ ഗോസ്ലിംഗ്, അന ഡി ആർമസ്, ഹാരിസൺ ഫോർഡ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. രണ്ടാമത്തെ സിനിമയാണ് മിറാഷ്. സാറ എന്ന ഒരു സ്ത്രീയും അദ്ദേഹത്തിൻ്റെ ഭർത്താവും ടൗണിലുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറുകയാണ്. അങ്ങനെ ആ പുതിയ വീട്ടിൽ വെച്ച് അവർക്കൊരു പഴയ TV കിട്ടുകയാണ്. ആ TV വഴി പാസ്റ്റിലുള്ള ഒരു കുട്ടിയുമായി സംസാരിക്കുവാൻ പറ്റുന്നു. ഇങ്ങനെ ഓരോ മിനിറ്റും പ്രേക്ഷകരെ പിടിച്ചിരുത്തി വളരെ ത്രില്ലിംഗ് ആയി അവതരിപ്പിച്ച ഒരു സിനിമയാണ് മിറാഷ്. 2015-ൽ ഓറിയോ പോളിൻ്റെ സംവിധാനത്തിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. ട്വിസ്റ്റ്, റൊമാൻസ്, ടൈം ട്രാവൽ എല്ലാം ഇതിലുണ്ട്. സിനിമയിൽ നമ്മുടെ മണി ഹീസ്റ്റിൽ അഭിനയിച്ച പ്രൊഫസറുമുണ്ട്. മൂന്നാമത്തെ ഒരു ഇന്ത്യൻ സിനിമയാണ്. സിനിമയുടെ പേര് തേരി ബത്തൂൻ മേ ഐസ ഉൽജാ ജിയ. നമ്മുടെ നായകൻ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ആദ്യ നോട്ടത്തിൽ തന്നെ അവൻ അവളെ ഇഷ്ടപ്പെടുന്നു. ഇത്രയും നാൾ നായകനെ കല്യാണം കഴിപ്പിക്കുവാൻ വേണ്ടി നായകൻ്റെ വീട്ടുകാരെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നായകന് ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അവസാനം അവന് മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ അവൻ തന്നെ കണ്ടുപിടിച്ചു. എന്നാൽ കുറച്ച് വൈകിയാണ് അവന് മനസ്സിലായത് അവൻ പ്രണയിച്ചത് ഒരു റോബോട്ടിനെ ആയിരുന്നു എന്ന്. എന്നാലും നായകൻ അവളെ മറക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വളരെ രസകരമായി അവതരിപ്പിച്ച ഒരു സിനിമയാണ് തേരി ബത്തൂൻ മേ ഐസ ഉൽജാ ജിയ. സിനിമയുടെ പേര് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഒരു പക്ക ഫൺ എൻ്റർടൈനർ തന്നെയായിരിക്കും. 2024-ൽ ഷാഹിദ് കപൂറും ഹൃതിക് സനൂറും അഭിനയിച്ച സിനിമയാണ്. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. അടുത്ത സിനിമയാണ് സോഴ്സ് കോഡ്. നായകൻ്റെ ബ്രെയിനിലേക്ക് കയറ്റിവിടുന്ന ഒരു മെമ്മറി. നായകന് കാലില്ല, കൈയില്ല, ശരിക്കും ഒരു ബോഡി പോലുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറിന് മാത്രം ഒരു ചെറിയ അനക്കമുണ്ട്. കൂടുതൽ ഈ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ അതൊരു സ്പോയിലറാകും. സയൻസ് ഫിക്ഷൻ എന്ന ജോണറിനോട് 100% നീതി പുലർത്തിയ ഒരു സിനിമ. ശരിക്കും കണ്ട് അനുഭവിച്ചറിയേണ്ട ഒരു സിനിമ തന്നെയാണ് സോഴ്സ് കോഡ്. 2011-ൽ ഡങ്കൻ ജോൺസ് സംവിധാനം ചെയ്ത ജാക്ക് ഗൈൽഹാളാണ് ഈ സിനിമയിലെ നായകൻ. ഇതൊരു മസ്റ്റ് വാച്ച് മൂവി ആണെന്ന് തന്നെ ഞാൻ പറയും. അടുത്ത സിനിമയാണ് അറൈവൽ. ലോകത്തിലെ വിവിധ ദിക്കുകളിലായി 12 സ്പേസ് ഷിപ്പ് വന്നിറങ്ങുന്നു. ഈ സ്പേസ് ഷിപ്പ് എന്തിനാണ് വന്നത് എന്നതുപോലും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ലോകത്തിലുള്ള പല രാജ്യങ്ങളും ആകെ വണ്ടതടിച്ച് നോക്കി നിൽക്കുന്നേ ഉള്ളൂ. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി US മിലിറ്ററിയുടെ കീഴിൽ ഒരു ടീം ഫോം ചെയ്യുന്നു. ഈ ഏലിയൻസ് പറയാൻ ശ്രമിക്കുന്ന അവരുടെ ഭാഷയെ ഡീകോഡ് ചെയ്ത് അവസാനം വളരെ വലിയൊരു ട്വിസ്റ്റൊക്കെ തന്ന് പ്രേക്ഷകരെ അങ്ങോട്ട് കിളി പാറിക്കുന്ന ഒരു സിനിമ. 2016-ൽ ആമി ആദംസ് നായികയായി എത്തിയ തിയേറ്ററുകളിൽ വലിയൊരു വിജയം കരസ്ഥമാക്കിയ ഒരു സിനിമയാണ് അറൈവൽ. ഈ പറഞ്ഞിട്ടുള്ള സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമ ഏതാണെന്ന് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അപ്പോൾ ഞാൻ പോവുകയാണ്. ഓക്കെ, ബൈ.